ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിനെ രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘപരിവാർ ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന അതിക്രമങ്ങളുടെ, അടിച്ചമർത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ ഞങ്ങളിത് നേരത്തെ തന്നെ പറയുന്നതാണ്. സംഘപരിവാറിന്റെ വേദഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ പ്രാമാണികമായ ഗ്രന്ഥമായിട്ടുള്ള വിചാരധാരയിൽ അവരുടെ ആചാര്യൻ ഗോൾവാൾക്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 3 ആഭ്യന്തര ശത്രുക്കളാണ് തങ്ങൾക്കുള്ളത് എന്ന്. അതില് 1 കമ്മ്യൂണിസ്റ്റുകാർ, 2 മുസ്ലിങ്ങൾ, 3 ക്രൈസ്തവർ. ഇതിനെ 3നെയും ആഭ്യന്തര ശത്രുക്കളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ് സംഘപരിവാർ. ആ ആഭ്യന്തര ശത്രുക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും മനസ്സിലാവാത്തവർക്ക് ഈ സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിനെ രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം.